അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സയ്യിദ് അബ്ദുള്ള മഷൂർ തങ്ങൾ, കൊയിലാണ്ടിയാണ്. പാണക്കാട് തങ്ങം വരെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ്. അതായത് ബഹുമാനപ്പെട്ട മുനവ്വറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സയ്യിദ് അബ്ദുള്ള സഖാഫ് എന്ന അവരുടെ മകളെയാണ്. ഈ അബ്ദുള്ള സഖാഫ് എന്ന് പറഞ്ഞാൽ കടുത്ത മുജാഹിദിന്റെ നേതാവും കൂടിയാണ്. ഈ അബ്ദുള്ള സഖാഫിന്റെ പിതാവാണ് അസഖാഫ് പൂക്കോയ തങ്ങൾ. ആ പൂക്കോയ തങ്ങൾ അഞ്ചനാണ് സയ്യിദ് ചെറിയ കോയ തങ്ങൾ സഖാഫ്. ഈ ചെറിയ കോയ തങ്ങളെ മകളെ കെട്ടിയത് അബ്ബാസ് അലി തങ്ങളാണ്. ഇവരെല്ലാം കടുത്ത മുജാഹിദുകളും മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരും മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ കൂടിയാണ്. ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സ്ഥിരമായി ജുമാക്കെല്ലാം കൊയിലാണ്ടി മുജാഹിദ് പള്ളിയിൽ പോകുന്നവരും കൂടിയാണ്. പിന്നെ ഇപ്പൊ ഈ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറം പറഞ്ഞെങ്കിൽ അത്ഭുതമില്ല. കാരണം അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ്. പാണക്കാട്ട് തങ്ങന്മാരെന്ന് കേട്ട് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കേട്ടവർക്ക് അത്ഭുതം തോന്നും. നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹിദുകളുമായിട്ടുള്ള ജീവിതമാണ്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇതിൽ എനിക്ക് പറയാനുള്ളൂ. വെറുതെയല്ല പാണക്കാട് കുടുംബത്തില് വഹാബികളുടെ അഴിഞ്ഞാട്ടമാണെന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. മരുമക്കളൊക്കെ വഹാബികളാണ്. ഇനി എവിടേക്കാണ് സമുദായത്തിന്റെ നേതാക്കള്, അവിടെ ബർക്കത്തിന് പോകുന്ന ആളുകളെ അത്ര വിഡ്ഢികൾ ഈ ഭൂമിയിൽ ആരുമില്ല. അവിടെ ബർക്കത്തും തേടി പോകരുത്. കാരണം മുജാഹിദ് സെന്ററാണ് ഇപ്പം കൊടപ്പനക്കാൽ തറവാട്. മരുമക്കള് വഹാബികളാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അഅലം, നമുക്കറിയില്ല. അത് ഉസ്താദുമാര് പറഞ്ഞേരേ, രോഗേ പടരുള്ളൂ, ആരോഗ്യം പടരൂലല്ലോ. രോഗം പടരും, പക്ഷെ ഒരാൾക്ക് ആരോഗ്യം പടരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വഹാബി ഒരു മുജാഹിദ് ഒരു വീട്ടിലുണ്ടായാല് അത് ഒരു വല്ലാത്തൊരു വൈറസാ. കൊറോണ വൈറസിന്റെ മേലെ അതെല്ലാത്തിനും പടരും. അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മോൾ അങ്ങനെ പറയാൻ കാരണം വീട്ടിൽ ദീനി ഇസ്ലാമികമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ആ വീട്ടിലില്ലാനുള്ള മനസ്സിന്റെ തെളിവല്ലേ. നേരെ മറിച്ച് വീട്ടിൽ ദീനിൽ ഇസ്ലാമിന്റെ ചര്യകളോട് കൂടി നടക്കുകയാണെങ്കിൽ ആ കുട്ടി അത് പറയോ? പറയില്ല. അപ്പൊ കുറ്റക്കാരാരാണ്? മാതാപിതാക്കളാണ് കുറ്റക്കാര്. വിവാഹം കഴിച്ചു വിടുന്നവരെ പ്രായപൂർത്തിയായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അതിനെ വിവാഹം കഴിച്ചു വിടുന്നവരെ അതിന്റെ വലിയ ആരാണ്? വാപ്പയാണ്. ആ വാപ്പാക്ക് ഹജ്ജിന് വരെ പോകാൻ പറ്റൂല അവന് കെട്ടിച്ചു വിടാതെ. അപ്പൊ ഇസ്ലാമിക ശിക്ഷണത്തിലൂടെ ആ വീട്ടിൽ വലുതാകുന്നില്ല ഉള്ളതിന്റെ തെളിവാണ് ആ കുട്ടി വെളിയിൽ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഈ മദ്രസില് നമ്മളെ മലപ്പുറം ജില്ലയില് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ കംപ്ലൈന്റ് പറയും, ഉസ്താദേ ഇന്ന നായിന്ന് വിളിച്ചിരുന്നു. അപ്പൊ അവനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, അങ്ങനെ വിളിക്കരുത്, തെറ്റാണ്, ഇസ്ലാമിലെ തെറ്റാണ്. അപ്പൊ അതേ കുറിച്ച് പഠിക്കാന് വല്യമ്മീങ്ങള് പിതാക്കളെ യോഗം ചേർന്നപ്പം എന്തോ ഒരു കാര്യം, ആ നായിന്റെ മോൻ അങ്ങനെ വെച്ചുള്ള നായെ കണ്ടില്ലേ കാട്ടുന്നത് എന്ന് അവന്റെ ആ കുട്ടിന്റെ വാപ്പ പറഞ്ഞു. അപ്പൊ കുട്ടിന്റെ വാപ്പ പറയുമ്പോ കുട്ടികളും പറയും. കുട്ടികൾ ഇത് കണ്ടല്ലേ പഠിക്കണം. കുട്ടിയൊക്കെ അതിന്റെ പിന്നെ ജായിസായ മസല എന്താണെന്ന് അറിയില്ല. വാപ്പ മുജാഹിദ് സമ്മേളനത്തിൽ പോയിട്ട് പ്രസംഗിക്കും. പിന്നെ എങ്ങനെ കുട്ടികൾ മക്കൾ മുജാഹിദാകാതിരിക്കുക? വാപ്പ മുജാഹിദുകൾ വരെ വരുമ്പോ ദ്വാരക്കും നല്ല കൂട്ടരും തന്നെ അവർ വിചാരിക്കുള്ളൂ. അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വാപ്പ മുജാഹിദ് ആളുകളെ, നേതാക്കളെ, ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്ക് വേണ്ടി ദ്വാ ചെയ്തോർത്ത് വിജയിപ്പിക്കൊണ്ട് ആഹ്വാനം ചെയ്യുമ്പോൾ ഈ മുജാഹിദ് സുന്നിയറിന്റെ ഒന്നുമല്ല. ചന്ദ്രിക, മനോരമ, പിന്നെ മാതൃഭൂമി, ദേശാഭിമാനി, നിങ്ങളെ പത്രം പോലെയാണ് ഇതൊക്കെ. എല്ലാ ന്യൂസ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കി. തെറ്റുകാർ മാതാപിതാക്കളാണ്. ഇക്കാര്യത്തിൽ പെൺകുട്ടികൾ തെറ്റു മാതാപിതാക്കൾ തന്നെയാണ്. ഒരു തങ്ങൾ കഴിച്ചത് എനിക്കറിയാം, വീടും അറിയാം, കൊയിലാണ്ടിന്ന്. അത് വഹാബികൾ തന്നെയാണ്. വഹാബി പള്ളിയിലെ പ്രസിഡന്റൊക്കെയാണ് തങ്ങളെ മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു തങ്ങളും കൂടി, രണ്ട് തങ്ങന്മാർ വഹാബി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. പിന്നെ തെറ്റുകളൊക്കെ പഠിച്ചതും വഹാബി കോളേജിൽ തന്നെയല്ലേ, വഹാബി കോളേജിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഈ മുനവ്വറിൽ തങ്ങളൊക്കെ ഫസ്റ്റ്
പിന്നെ നമ്മളെ ആ കോട്ടൊക്കെ ഉണ്ടല്ലോ, മറ്റേ മലപ്പുറം റോഡ് കയറിനകത്ത് കുന്നുമൊരു വഹാബി കോളേജ്, പീസ് സ്കൂളിൻ്റെ പീസ് സ്കൂൾ എന്താ പേരുണ്ട്, അതിലാണ് പഠിച്ചിരുന്നത്. പാണക്കാട് നിന്ന് നേരെ കുറച്ചും കൂടെ ഉള്ളല്ലോ, അവിടെ പഠിച്ചിരുന്നത്. വലിയ ഭയങ്കര VIP പഠിക്കുന്ന സ്കൂളാണ്, കോളേജാണ്. കോളേജ് സ്കൂളൊക്കെ ഉണ്ട് അവിടെ, ചെറിയ കുട്ടികൾ മുതൽ വരെ ഉണ്ട്. മുനവ്വർ അലി തങ്ങളുടെ മകള് TV പ്രോഗ്രാമിന് കൊടുത്ത അഭിമുഖത്തില് സ്ത്രീകള് പള്ളിയിലേക്ക് പോകേണ്ട ആളുകളാണ്. ഇപ്പൊ ഇന്ന് കേരളത്തിലെ സുന്നി സമൂഹത്തിനിടയിലെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നില്ല, പോകാൻ പാടില്ല എന്നാണ് മതപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ചില വ്യക്തികൾ ഉണ്ടാക്കിയതാണ്, അതല്ല ശരി, സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് വളരെ എന്താ പറയുക മോശമായിട്ട് ജനങ്ങൾ കമൻറ്റുകൾ എഴുതുന്നുണ്ട്. അത് അവരെക്കുറിച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെയാണോ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് അത് കണ്ടാണ് എൻ്റെ മക്കൾ വളരുന്നത്. മുനവ്വർ അലി തങ്ങളുടെ മകള് പറഞ്ഞത് മുനവ്വർ അലി തങ്ങളുടെ ആശയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആശയാണ്. നമ്മൾ കേരളത്തിലുള്ള വലിയൊരു സുന്നി സമൂഹം, പാണക്കാട് തങ്ങന്മാര് അഹ്ലുൽ ബൈത്താണ്, പണ്ഡിതന്മാരാണ്, ഒഴിവാക്കാൻ പറ്റാത്തവരാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ചുമലിലേറ്റി നടക്കുകയാണ്. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം, പാണക്കാട് തങ്ങന്മാരുടെ യഥാർത്ഥ മുഖമാണ് ഇന്ന് മുനവ്വർ അലി തങ്ങളുടെ മകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മുനവ്വർ അലി തങ്ങൾ പല വഹാബി സ്റ്റേജുകളിലും കയറി പ്രസംഗിക്കുന്നുണ്ട്. സുന്നി മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പച്ചയായിട്ട് പ്രസംഗിക്കുകയും എഴുതി വെക്കുകയും ചെയ്ത പല വഹാബി നേതാക്കളുടെ ചരിത്രം എഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. പല വഹാബികളും മരിച്ചാൽ, വഹാബി നേതാക്കൾ മരിച്ചാൽ അവിടെ പോയി മയ്യിത്ത് നിസ്കരിക്കാൻ ഇമാമ് നിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സുന്നികളായ ആളുകൾ, നേരം വെളുക്കാത്ത കുറേ പൊട്ടന്മാർ, മുനവ്വർ അലി തങ്ങൾ അദ്ദേഹം സുന്നിയാണ്, അഹ്ലുൽ ബൈത്താണ്, വലിയ കാര്യപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ചുമലിലേറ്റി നടക്കുകയാണ്. നേരം വെളുക്കാത്ത കുറേ പച്ചപ്പൊട്ടന്മാർ എന്ന് മാത്രമേ അവരെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. മുനവ്വർ അലി തങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്നോ വഹാബി പ്രസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് സുന്നികളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അവർക്ക് വേണ്ടത് വോട്ടാണ്, അവരുടെ ജീവിതമാർഗമാണത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറൊരു ജോലിയോ ഇല്ല. അവർക്ക് അവരുടെ എന്താ പറയുക ജീവിതമാർഗമാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ വഹാബി, ജമാഅത്തെ ഇസ്ലാമി, ഖാദിയാനി എല്ലാവരുടെ വോട്ടും വേണം. അപ്പം ആരെയും പിണക്കാതെ സുന്നിയുടെ വോട്ട് വേണം. അതിന് ആരെയും പിണക്കാതെ ഇങ്ങനെ പോവാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് മുനവ്വർ അലി തങ്ങളുടെ മകളുടെ വായിൽ നിന്ന് വന്ന ആ ഒരു വിഷയമുണ്ടല്ലോ, അത് അവരുടെ കുടുംബത്തിൻ്റെ വിഷയമാണ്. ഇനിയെങ്കിലും ഈ 100 പള്ളിയുടെ ഖാലി എന്ന് പറഞ്ഞ് തലയിലേറ്റാതെ മഹല്ല് ഭാരവാഹികൾ ഇത്തരത്തിലുള്ള ആളുകളെ ഖാലിസ്ഥാനത്ത് നിന്ന് മാറ്റി ആലിമീങ്ങളായ ആളുകൾ, പണ്ഡിതന്മാർ, ഖുർആനും ഹദീസും തിരിയുന്ന ആളുകളെ ഖാലിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ സുന്നികളായ ആളുകൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾ, നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇത് നിങ്ങൾ കരുതിയ ടീമല്ല, കടുത്ത വഹാബികളാണ്. പുറത്ത് പറയാത്തത് അവരെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. മുങ്ങാൻ പോകുന്ന കപ്പലാണ്, രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലത്. അസ്സലാമു അലൈക്കും.